പേരാമ്പ്രയിൽ CPM കോൺഗ്രസ് സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും നടക്കുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? പ്രവർത്തകർ MG റോഡ് ഉപരോധിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് വലിയ രീതിയിലുള്ള പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുണ്ടായി. ലാത്തിച്ചാർജ് നടക്കുന്ന സാഹചര്യത്തിലെല്ലാം എത്തുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുശേഷം MG റോഡ് ഉപരോധിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്രയിൽ CPM സംഘർഷത്തിൽ, കോൺഗ്രസ് സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MLA-ക്ക് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രതിഷേധവുമായി എത്തുകയാണ്. തുടർന്ന് പോലീസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ പ്രകോപനവുമായി ചെല്ലുന്നൊരു സാഹചര്യമാണ് ആദ്യം ഉണ്ടാകുന്നത്. തുടർന്നാണ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടാകുന്നത്. ലാത്തിച്ചാർജ് നടത്തേണ്ട നിലയിലേക്ക് എത്തി. മുട്ടയടക്കം പോലീസിന്റെ ദേഹത്തേക്ക് എറിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വടികൊണ്ട് അടിക്കുന്ന നിലയിലേക്ക് എത്തി. ഷീൽഡിലും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേലും തല്ലുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തുതള്ളും അതോടൊപ്പം തന്നെ മർദ്ദനത്തിലേക്ക് എത്തുന്നത്, അതായത് ലാത്തിച്ചാർജിലേക്ക് എത്തുന്ന നിലയിലേക്ക് എത്തിയത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉണ്ടായത്. നൈറ്റ് മാർച്ചിന്റെ ഭാഗമായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ മാർച്ച് സംഘടിപ്പിച്ചത്. ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റതുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. ആ മാർച്ച് അക്രമത്തിൽ കലാശിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഇപ്പോൾ MG റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. രണ്ട് ഭാഗത്തും, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും അതോടൊപ്പം തന്നെ തിരിച്ചും പരസ്പരം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം പ്രകോപനവുമായി എത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. മാർച്ച് ആയി വന്ന ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ ആദ്യം പ്രകോപനപരമായി ചെന്നെത്തുകയായിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസും തിരിച്ച് പ്രതികരിക്കുന്ന നിലയിലേക്ക് എത്തിയത്. പ്രകോപന മാർച്ചിന് നേരെ പോലീസും തിരിച്ച് വലിയ രീതിയിലുള്ള സംഘർഷമാണ് തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ അരങ്ങേറിയത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.